ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു പരിപ്പ് കറിയുമായിട്ടാണ്. ഞാനിത് ചെയ്തത് മസൂർ ദാൽ വെച്ചിട്ടാണ്. നമുക്ക് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റിയൊരു കറിയാണിത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പരിപ്പ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കപ്പ് മസൂർ ദാലാണ്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞു വെച്ചതാണിത്. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പ്രഷർ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായിരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്, പക്ഷെ ഞാനിവിടെ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് ഒരു ബേ ലീവ്സ് 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാളയാണ്. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും. സവാള ഒന്ന് ചെറുതായിട്ട് കളർ മാറി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി ഇട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം തക്കാളിയാണ്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളിയെല്ലാം ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു വരുന്നവർ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മസാല എല്ലാം ഒന്ന് പരിപ്പിൽ നന്നായിട്ട് പിടിക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്ന ഒരു 3.5 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഷർ കുക്കർ മൂടി പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു 3 വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പരിപ്പെല്ലാം നല്ല പാകത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. കറി കൂടുതൽ തിക്കാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് സ്റ്റവിൽ വെച്ച് നമുക്ക് കറി ഒന്ന് തിളപ്പിക്കാം. ഇനി ഞാൻ ഇതിൽ വേറൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. കറിയിൽ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കസൂരി മെത്തി ചേർക്കുന്നുണ്ട്. കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഉലുവയുടെ ഇല ഉണക്കിയതാണിത്. ഇത് പാക്കറ്റിൽ നമുക്കിങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇതിൽ നമ്മളൊരു 1/2 ടീസ്പൂൺ കയ്യിലെടുത്തതിന് ശേഷം ഇത് കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് തിരുമ്മിയിട്ട് പൊടിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ നമ്മൾ കറിയിൽ ചേർക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ലൊരു മണവും നല്ല ടേസ്റ്റും കിട്ടും. കസൂരി മേത്തി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കറി ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം. കറിയുടെ കൺസിസ്റ്റൻസി എപ്പോഴും നമ്മൾ കുറച്ച് ലൂസായിട്ട് എടുക്കുന്നതാണ് നല്ലത്. കാരണം കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും കറി ഭയങ്കര തിക്കായിട്ട് വരും. അപ്പോൾ ഈ കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കറി കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ പരിപ്പ് തിളച്ച് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം. കടുക് വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നെയ്യില്ലാത്ത കാരണം ബട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ സാധാരണ ഓയിലിൽ വേണമെങ്കിൽ നമുക്ക് കടുക് താളിച്ചിടാം. നെയ്യിൽ കടുക് വറുത്തിടുന്നതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറിയ ജീരകം കൂടെ ചേർത്ത് പൊട്ടിക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് മുപ്പിക്കണം.
ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയാൽ മതി. പൊടിയുടെ കളറൊന്നും മാറരുത്. പൊടികളെല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി വറുത്തെടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനം കറിയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. രുചികരമായ ദാൽ കറി റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചൂടോടെ ചപ്പാത്തിലൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.